പുതിയ നിയമം പറഞ്ഞു വെക്കുന്ന മാനസാന്തരം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളുടെ മീതെ നമ്മൾ നടത്തുന്ന പുനർനിർണ്ണയമാണ്. റീഡിഫൈനിങ് വെൽത്താണ് പുതിയ നിയമ മാനസാന്തരം. അപകടം പിടിച്ചൊരു അതിഥിയാണിത്. നമ്മളൊരു പിടി ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പോകാൻ നേരത്ത് നമ്മുടെ മുഴുവൻ ജീവിത വീക്ഷണങ്ങളെയും ഈ ദേവാലയ വാണിഭക്കാരുടെ മേശ പോലെ കീഴ്മേൻ മറിക്കുന്ന ഒരാളാണിത്. ഒരു കള്ളച്ചിരിയുമായിട്ട് അയാൾ അങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്. ഒരു ആന്തരിക ലോകം മാത്രം സൃഷ്ടിക്കുന്ന കഥയുമായിട്ടല്ല അയാൾ വന്നത്, മറിച്ച് ഭേദപ്പെട്ട ഒരു ഭൗതിക ലോകമുണ്ടാകും. അതാവട്ടെ നിശ്ചയമായിട്ടും പങ്കുവെക്കലെന്ന് പറയുന്ന ഒരു കല്ലിൽ അധിഷ്ഠിതമായിരിക്കും. ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. സെൻറ് തോമസ് ഡേ ആണ്. 12 പേരിൽ ഒരാളുടെ പാദമുദ്ര നമ്മുടെ ഈ ദേശത്തിൻ്റെ നടവഴികളിൽ പതിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പാരമ്പര്യം. ഭൂമിയുടെ അതിരുകളിലേക്ക് കുറേ ചെറുപ്പക്കാർ സഞ്ചരിക്കാൻ തയ്യാറാവുകയാണ്. കിളുന്ത് മക്കളാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെയൊക്കെ ഒരു പ്രായം വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ ഫോണിലൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. മിക്കവാറും എല്ലാ കാര്യങ്ങളും തന്നെ പറയുന്നത് ഇവരെല്ലാവരും തന്നെ ഇങ്ങനെ 30 വയസ്സിന് താഴെയുള്ളവരാണ്, 15 വയസ്സിന് മുകളിലുള്ളവരും. ജോണിന് ഒരു പക്ഷേ ഇപ്പോഴൊരു 10-17 വയസ്സുണ്ടാവും. ശമയോന് 30-നടുത്ത്. അയാൾക്ക് വിവാഹ ജീവിതമൊക്കെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കുറേ ഇളമുറക്കാർ ഭൂമിയുടെ അതിരുകളിലേക്ക് ഇങ്ങനെ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും പുതിയൊരു ലോകക്രമത്തിൻ്റെയും ഒക്കെ വിധക്കാരായിട്ട് പോവുകയാണ്. അതിലൊരാൾ നമ്മുടെ ദേശത്തേക്ക് വന്നു എന്നുള്ളതാണ് നമ്മുടെ സുഹൃത്തം. നമസ്കരിക്കേണ്ട, കണ്ണ് നിറഞ്ഞോ കൈകുപ്പിയൊക്കെ ഓർത്തെടുക്കേണ്ട ഒരു ഓർമ്മയാണത്. ഈ ചെറുപ്പക്കാരെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവരെങ്ങനെയൊക്കെ സഞ്ചരിക്കണമെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു മാർഗരേഖയുണ്ട്. നമ്മളത് വായിച്ചെടുക്കുന്നത് മാത്യു 10-ാം അധ്യായത്തിലൊക്കെ. അതിൽ വളരെ വ്യക്തമായിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ സ്വർണ്ണമോ വെള്ളിയോ കൈവശം എടുക്കരുത്. ചെമ്പന്നൊക്കെ കൂടി ചില വിവർത്തനങ്ങളിൽ കൂട്ടിച്ചേർത്ത് കാണുന്നുണ്ട്. ഒക്കെ ഇങ്ങനെ സാധ്യമായ നാണയരൂപങ്ങളുടെ സൂചനയാണ്. നമുക്കറിയാം ഏതൊരു ദേശത്തും എല്ലാ കാലത്തും കമ്മട്ടങ്ങളിൽ നാണയം അടിച്ചിരുന്നത് ഈ ഒരു 3 ലോഹങ്ങൾ കൊണ്ടാണ്. ഒറ്റ വാക്കിൽ ഗോ പെനിലെസ് എന്നാണ് പറയുക. നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ അത് പെട്ടെന്ന് കണക്റ്റ് ആകും. ഈ ഒരു പുതിയൊരു സഞ്ചാര രീതി പോലും രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. ഹിച്ച് ഹൈക്ക് എന്നൊക്കെയാണ് ഇത് പറയുന്നത്. ഒരാളിങ്ങനെ ലിഫ്റ്റൊക്കെ ചോദിച്ച് മറ്റുള്ളവർ ഔദാര്യത്തിലൊക്കെ സഞ്ചരിച്ച് ഭക്ഷണം യാചിച്ചൊക്കെ യാത്ര ചെയ്ത് മടങ്ങി വരുന്ന ഒരു രീതിയാണ് ഹിച്ച് ഹൈക്ക് എന്നൊക്കെ പറയുക. അതിൻ്റെയൊക്കെ ഒരു പ്രോട്ടോടൈപ്പായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണിത്. നാണയമില്ലാതെ കുറേ മനുഷ്യർ ലോകത്തിൻ്റെ അതിരുകളിലേക്ക് പോവുക. ലോകമെന്ന് പറയുന്ന അന്ന് വരെ സീസർ കീഴ്പ്പെടുത്തിയ ദേശങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ സീസർ രൂപപ്പെടുത്തിയ ഭൂപടത്തിന് അപ്പുറത്തേക്ക് പോകാനായിട്ട് ചില മനുഷ്യർ ധൈര്യപ്പെടുകയാണ്. ഒറ്റ നാണയമില്ലാതെ അവർ നടത്തിയ സഞ്ചാരം, ആ സാർത്ഥവാഹ സംഘത്തെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ദിവസം കൂടിയാണിത്. നാണയം അവർ ഭയപ്പെട്ടു, നാണയത്തെ അവർ ഭയപ്പെട്ടു. യേശു പറഞ്ഞത് അതേപോലെ തന്നെ അത്രയും ഗൗരവമായിട്ട് തന്നെ ആദിമ ശിഷ്യർ എടുത്തിട്ടുണ്ടാവണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ശിമയോനാണ്. ശിമയോനിങ്ങനെ തൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സുന്ദരകവാടത്തിനരികെ ഇരുന്ന ഒരാളിങ്ങനെ യാചിക്കുകയാണ്, എന്തെങ്കിലും തന്നിട്ട് പോകണമേ. കൈവശം ഒരു നാണയമില്ലാത്ത മനുഷ്യൻ എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്, സ്വർണമോ വെള്ളിയോ ഇല്ല, കൈവശമുള്ളത് യേശു മാത്രമാണ്, അവൻ്റെ നാമത്തിൽ എണീറ്റ് നടക്കുക. അപ്പോൾ മുടന്തിനിങ്ങനെ മാൻപേടയെ കണക്ക് കുതിച്ചാടുക. ആരാധനക്രമത്തിൽ ആ വെള്ളിയാഴ്ച ഓർമ്മിക്കപ്പെടുന്നത് ഗോൾഡൻ ഫ്രൈഡേ എന്ന സുവർണ്ണ വെള്ളി, സ്വർണമോ വെള്ളിയോ ഇല്ലാത്തവൻ്റെ സുവർണ്ണ വെള്ളി. പുതിയൊരു ലോകവീക്ഷണം, പുതിയൊരു ലോകക്രമം ആരംഭിക്കുക. എത്ര നല്ലതാണ് ഇങ്ങനെ ദൈവവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടപെടലുണ്ടെന്ന് കരുതുന്ന മനുഷ്യരുടെ കൈവശം ഈ നാണയമില്ലാത്തത്. ഒരു ചെറുതൊട്ട് ഈ ശിമയോൻ്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇപ്പോഴും ആ സുന്ദര കവാടത്തിനരികെ യാചിച്ച് തന്നെ ഉണ്ടാവും. മനുഷ്യരെ യാചകരെ ധനികരാക്കുന്ന ഒരു പുതിയൊരു ബോധമാണ് ക്രിസ്തു. അതിന് പകരം നിൽക്കാൻ പറ്റുന്ന ഒരു നാണയമോ ധനമോ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം മനുഷ്യർ ഈ നാണയത്തിൽ നിന്നും ധനത്തിൽ നിന്നുമൊക്കെ അകന്ന് നടന്നത്.
ഒരു ഗുരുവിനെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം പോലും അയാൾ ഈ നാണയത്തോട് സൂക്ഷിക്കുന്ന ദൂരമാണെന്നുള്ള ഒരു സങ്കല്പം എല്ലാ ധർമ്മങ്ങളിലും ഭൂമിയിലുണ്ടായിരുന്നു. അതിൻ്റെ അനുയായികളും അനുചാരകരുമൊക്കെ ഭൂമിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഇങ്ങനെ വലിയ ധനാഗമ മാർഗങ്ങളിൽ ഏർപ്പെടുമ്പോൾ പോലും ആചാര്യന്മാർ ഇതിനകത്തുനിന്ന് സൂക്ഷിച്ച ഒരു അകലം നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഇപ്പോൾ ബുദ്ധിസം എന്നൊക്കെ പറയുന്നത് ഒരു പെർഫെക്റ്റ് ഇങ്ങനെ ഒരു വെണ്ടിക്കൻ എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഭിക്ഷുക്കളായിരുന്നു അവർ. ഒരു നാണയം അവർക്ക് തൊടാനായിട്ട് അവകാശമില്ല, അർഹതയില്ല. അവരുടെ ചുരക്കാത്തൊണ്ടിലേക്ക് ആരെങ്കിലും ഒരു നാണയം ഇടാനായിട്ട് ധൈര്യപ്പെട്ട് കഴിഞ്ഞെന്നാൽ അത് വേണ്ടെന്ന് പറയാനായിട്ടുള്ള ഒരു നിർദ്ദേശം അവർക്കുണ്ട്. ആകപ്പാട് സ്വീകരിക്കാവുന്നത് ഫുഡ് മാത്രമാണ്. ഒരു ദിവസത്തേക്ക് ആവശ്യമായ ഒരു ഇത്തിരി ഭക്ഷണം, അതിനുവേണ്ടിയുള്ള ചുരക്കാത്തുണ്ട്. ആ ചുരക്കാത്തുണ്ട് മാത്രമായിരുന്നു അവരുടെ ആകപ്പാടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത്. എന്നിട്ടും എന്ത് സമാധാനത്തിലും സ്നേഹത്തിലുമൊക്കെ ഇത്തരം മനുഷ്യർ നടന്നുപോയി. ഒരു പ്രവാചകൻ ഫോൾസാണോ അല്ലെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള മാനദണ്ഡമൊക്കെ ആയിട്ട് ആദിമ ക്രൈസ്തവ സമൂഹം കരുതിയതും ഈ നാണയവുമായിട്ട് ബന്ധപ്പെട്ട അയാളുടെ നിലപാട് തന്നെ. യേശു ഉടനീളം ഉപയോഗിക്കുന്നൊരു വാക്കാണല്ലോ ഇങ്ങനെ വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുക. സ്വാഭാവികമായിട്ട് ഈ വ്യാജപ്രവാചകന്മാരാരെന്ന് ഡിഫൈൻ ചെയ്യേണ്ട ബാധ്യത ആദിമ ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്നു. അവർ അതിനകത്ത് കൊടുക്കുന്ന ഒരു 10-12 സൂചനകൾ നമുക്ക് മറ്റൊരു സന്ധിയിൽ എടുത്ത് കാണേണ്ട ഒരു വിചാരമാണിത്. ആ 10-12 സൂചനകളിൽ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ധനത്തോട് ഇവർ സൂക്ഷിക്കുന്ന ഒരകലമാണ്. ആ അകലം അവർ പുലർത്തുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ സ്കെപ്റ്റിക്കലാകേണ്ട ബാധ്യതയുണ്ട്. വാസ്തവത്തിൽ എല്ലാ സുവിശേഷ പ്രഘോഷകരും ഇങ്ങനെ ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു ബാധ്യതയുള്ളൊരു മേഖല ഇത്. നമുക്കറിയാം ഭൂമിയിൽ എന്തുമാത്രം സുവിശേഷ പ്രഘോഷകർ, കോടിക്കണക്കിന് സുവിശേഷ പ്രഘോഷകർ 2000 വർഷങ്ങൾക്കിടയിൽ ഉണ്ടാവണം നിശ്ചയമായിട്ടും. ഇവിടെയൊക്കെ ഏതൊക്കെയോ രീതിയിൽ ഇങ്ങനെ അവിടുത്തെ നാമവും ദൂതുമൊക്കെ വിളിച്ച് പറയപ്പെടുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ സുവിശേഷം എന്ന് പറഞ്ഞൊരു വാക്ക് വളരെ മെഡിറ്റേറ്റീവായിട്ട് നമ്മൾ പറയുമ്പോൾ, നമ്മൾ റിഫ്ലക്റ്റീവായിട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മിക്കവാറും ഒരു പേരായിരിക്കും, അസീസിലെ ഫ്രാൻസിസ്. എന്തായിരുന്നു അയാളുടെ വ്യത്യാസം? അയാളിങ്ങനെ സ്വയം നിസ്സനായിട്ടതിന് ശേഷമാണ് ഈ സുവിശേഷം പ്രഘോഷിക്കുന്നത്. ദരിദ്രർക്ക് മാത്രം പറയാൻ അവകാശമുള്ളൊരു കാര്യമാണ് സുവിശേഷം എന്നുള്ള ഒരു ബോധം അയാളുടെ ഉള്ളിൽ മിന്നലായിട്ട് പതിച്ചിട്ടുണ്ട്. കാരണം ഏകധനം ഇതാണെന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ട മനുഷ്യൻ്റെ പൊക്കണത്തിൽ കൈവശം മറ്റാസ്തികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അയാളുടെ കൈവശം ഉണ്ടെന്ന് കരുതുന്ന ധനത്തെ ദുർബലമാക്കുന്നൊരു വിചാരം. അതുകൊണ്ട് ഈ മനുഷ്യനൊക്കെ ഇങ്ങനെ അടിമുടി ദരിദ്രനായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു സന്യാസമൂഹമൊക്കെ രൂപപ്പെടുത്തുമ്പോൾ അവർക്ക് അവരുടെ പേരിൽ ഒരെങ്കിലും മണ്ണ് പോലും സ്വന്തമാക്കാനുള്ള അവകാശങ്ങൾ കൊടുത്തിട്ടില്ല. എത്ര സുവിശേഷ സഞ്ചാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് കുതിരപ്പുറത്ത് പോകാൻ അവകാശമില്ലെന്ന് അയാൾ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം അക്കാലത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിലിങ്ങനെ ഭേദപ്പെട്ടതെന്ന് കരുതുന്ന മനുഷ്യരുടെ എല്ലാ ജീവിത രീതിയും വേണ്ടെന്ന് വെച്ചിട്ട് ഈ മനുഷ്യൻ സുവിശേഷത്ത് പറയാനായിട്ട് ധൈര്യപ്പെട്ടു എന്നുള്ളതാണ് ഈ 13-ാം നൂറ്റാണ്ട് ജീവിച്ച ഈ മനുഷ്യനെ നമ്മുടെ ഈ കാലത്തും റെലവൻ്റ് ആക്കുന്നൊരു ഘടകം. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവരെന്തുകൊണ്ടോ ഇങ്ങനെ ധനത്തെ ഭയപ്പെട്ടു. നേരെ സൂചിപ്പിച്ചണക്കിന് എല്ലാ ധർമ്മങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ദേശത്തു നിന്നൊക്കെ അത്തരം കഥകൾക്ക് ഒരു പഞ്ഞവുമില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചെടുക്കുന്ന ആ കാര്യം എടുക്കുക. ഇങ്ങനെ കുറച്ച് ദക്ഷിണമൊക്കെ സന്ധ്യയാകുമ്പോൾ അയാളുടെ കാൽച്ചുവട്ടിൽ വന്ന് വീഴും. അപ്പോൾ ഈ ദക്ഷിണ കിട്ടിയിട്ടുള്ള നാണയങ്ങളുമായിട്ട് തൊട്ട് മുമ്പിലൂടെ ആശ്രമത്തിന് മുമ്പിലൂടെ ഒഴുകുന്ന നദി ഗംഗയുടെ കൈവഴിയാണ്, ഹുഗ്ലിയാണ്. അതിൻ്റെ ഓളങ്ങളിലേക്ക് ഈ മനുഷ്യൻ ഈ നാണയം ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. കുട്ടികളിങ്ങനെ ചരലുകൾ എറിയുന്ന അതേ ലാഘവത്തോടു കൂടി. എന്നിട്ട് വളരെ സമാധാനത്തോടെ വന്നിട്ട് തൻ്റെ കിടക്കൽ വന്ന് വിശ്രമിക്കും. അപ്പം അക്കാലങ്ങളിൽ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ടായിരുന്നു. നരേന്ദ്രൻ പിന്നീട് വിവേകാനന്ദനായി മാറുന്ന ചെറുപ്പക്കാരൻ ഗുരുപാദങ്ങൾ അർപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗുരുവിനെ നന്നായിട്ട് നിരീക്ഷിച്ച് ഉരച്ച് ഈ പറയുന്ന മനുഷ്യൻ 916 ആണോ അല്ലെന്ന് അറിയേണ്ട ഒരു ബാധ്യത അയാൾക്കുണ്ടായിരുന്നു. ഒരു ഗുരു പാദങ്ങൾ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അയാളെ ഉരച്ച് നോക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം ആ ജീവിതം മുഴുവൻ നിങ്ങൾ അർപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു ചെയിൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഈ മനുഷ്യൻ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തേത് ഇങ്ങനെയാണ്. പതിപോലെ ഈ മനുഷ്യൻ ഇങ്ങനെ പുഴയോരത്ത് പോയി നാണയമൊക്കെ എറിഞ്ഞു കളഞ്ഞ് ഇങ്ങനെ വളരെ ആയാസമില്ലാത്ത ഒരു ആളായിട്ട്, ഭാരമില്ലാത്ത ഒരാളെ കണക്ക് മടങ്ങി വരുന്നു. കിടക്കയിൽ ഇങ്ങനെ വിശ്രമിക്കാനായിരുന്നു. പെട്ടെന്ന് ഉറക്കം നിലവിളിക്കുക. അപകടം, അപകടം. എന്തോ ഒന്ന് അയാൾ ദംശിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെ അന്തേവാസികൾ കരുതി. അവരിങ്ങനെ വിളക്കൊക്കെ ആയിട്ട് വന്നിട്ട് ഇയാളുടെ മുറി ഇങ്ങനെ അരിച്ചു പെറുക്കുമ്പോൾ ഒരു തേളോ
പാമ്പോ എന്തെങ്കിലും ഒരു ക്ഷുദ്രജീവിയൊക്കെ ഉണ്ടെന്ന സംശയത്തിൽ ഈ മുറി തട്ടി പരിശോധിക്കുമ്പോൾ ഈ മനുഷ്യനെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആ ഘടകത്തെ അവർ കണ്ടു. അത് ഈ ദക്ഷിണ കിട്ടിയ നാണയങ്ങളിൽ നിന്ന് വിവേകാനന്ദൻ എടുത്തു മാറ്റിയ ഈ കിടക്കെടുത്തായി ഒളിപ്പിച്ച് വെച്ചൊരു ചെമ്പ് നാണയമായിരുന്നു. അതിൽ തട്ടിയിട്ടാണ് ഈ ഗുരുവിന് ഇത്രയും വേവലാതി ഉണ്ടാകുന്നത്. ഇതൊക്കെ വളരെ നാടകമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ ഈ നാടകം എന്ന രീതിയിൽ ഇവർ പറയാൻ ശ്രമിക്കുന്ന ദൂതെന്താണ്? എന്തോ ഒരു ഭയം ധനവുമായിട്ട് ബന്ധപ്പെടുത്തി പുലർത്തേണ്ട ബാധ്യത കുറഞ്ഞ പക്ഷം അയാളുടെ വാക്കുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർക്കെങ്കിലും ആവശ്യമുണ്ട്. കാരണം അതിന് നിരക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നെന്ന് പറയുന്നൊരു വർത്തമാനത്തിൻ്റെ വിചാരം മാത്രമല്ല ഇതിന് പിന്നിൽ കിടക്കുന്നത്. ഇതിങ്ങനെ അടിമുടി സുവിശേഷവുമായി ബന്ധപ്പെട്ടുള്ള വിചാരമാണ്. ഒറ്റ ധനത്തിലാണ് നിങ്ങളിത് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മറ്റ് അനുബന്ധ ധനങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ടുള്ള ധൈര്യം ആവശ്യമുണ്ട്. അത് ഇങ്ങനെ ആദിമ ക്രൈസ്തവ സമൂഹം പുലർത്തിയിരുന്നൊരു ധൈര്യമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നത് അവർക്കിടയിൽ എല്ലാം പൊതുവായിട്ടായിരുന്നു. എല്ലാവരും അവരവരുടെ ഈ സമ്പത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അപ്പോസ്തലന്മാരുടെ പാദങ്ങളിൽ വെച്ചെന്നാണ് പറയുക. അത് ഈ മുഴുവൻ സമൂഹത്തിൻ്റെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിധത്തിൽ ലോകത്താദ്യമായിട്ടൊരു കമ്മ്യൂൺ രൂപപ്പെടുകയാണ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു കമ്മ്യൂണെന്ന് പറയുന്നത് ആദിമ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. നടപടി പുസ്തകം എത്ര ഭംഗിയായിട്ടാണ്, എത്ര ഡീറ്റെയിൽഡായിട്ടാണ് ആ കാര്യങ്ങൾ നമുക്ക് വേണ്ടി എഴുതി വെക്കുക. അപ്പോൾ ധനത്തെ ഒരു ബലമെന്ന രീതിയിൽ നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് യേശു വെച്ച് നീട്ടുന്ന ഒരു ലോകത്തിൻ്റെ ക്രമത്തിലേക്ക് ഒരു പ്രകാശം ഉണ്ടാവില്ലെന്ന് തന്നെ വിചാരിക്കണം. എന്താ ഈ മാനസാന്തരം എന്ന് പറയുന്ന പോലെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന നമുക്കിങ്ങനെ ലഭിക്കുന്ന എന്തോ ചില ഒരു ഹൈപ്പ്, കുട്ടികളുടെ ഭാഷയിൽ നമുക്ക് ലഭിക്കുന്ന ചില എന്തുസാസ്യമൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന മാനസാന്തരമൊക്കെ ആയിട്ടെടുക്കുക. നമുക്ക് ലഭിക്കുന്ന ഉത്സാഹങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ചില വൈകാരികമായിട്ടുള്ള ഒരു കത്താർസിസ്. വാസ്തവത്തിൽ പുതിയ നിയമം അഭിലഷിക്കുന്ന, പുതിയ നിയമം പറഞ്ഞ് വെക്കുന്ന മാനസാന്തരം ഇതൊന്നുമല്ല. പുതിയ നിയമം പറഞ്ഞു വെക്കുന്ന മാനസാന്തരം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളുടെ മീതെ നമ്മൾ നടത്തുന്ന പുനർനിർണ്ണയമാണ്. റീഡിഫൈനിങ് വെൽത്താണ് പുതിയ നിയമ മാനസാന്തരം. എന്തെങ്കിലും ഒരു സംശയമോ തർക്കമോ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സക്കേബൂസിൻ്റെ കഥ ഒന്നുകൂടി എടുത്ത് വായിക്കുക. എല്ലാ ധ്യാനങ്ങളിലും എല്ലാ ഗൗരവമായ മാനസാന്തര വിചാരങ്ങളിലും നമ്മളുടെ അടിസ്ഥാന ടെക്സ്റ്റായിട്ട് എടുക്കുന്നത് സക്കേബൂസിൻ്റെ മാനസാന്തര കഥ. സക്കേബൂസിൻ്റെ മാനസാന്തര കഥയ്ക്കകത്ത് അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ വലിപ്പക്കുറവിനെക്കുറിച്ചോ അയാൾ കയറിയ വൃക്ഷത്തെക്കുറിച്ചോ ഒക്കെ പറഞ്ഞ കാര്യങ്ങളിങ്ങനെ നമ്മൾ ആ ന്യൂക്ലിയസിന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. എന്തായിരുന്നു സക്കേബൂസിൻ്റെ മാനസാന്തരം? ഒരു വിരുന്നാരംഭിക്കാൻ പോയി. നമ്മളെപ്പോഴും ഓർമ്മിക്കണം, ഇത്രയും ദരിദ്രരുടെ കൂടെ പക്ഷം നിന്നിരുന്ന ഈ മനുഷ്യനെ നമ്മൾ പലപ്പോഴും വിരുന്നുശാലകളിൽ കണ്ടുമുട്ടുന്നുണ്ട്. 40 ദിവസം യേശു ഇങ്ങനെ ഉപവസിച്ചെന്നൊക്കെ പറയുമ്പോൾ ഒരു 40 വിരുന്നെങ്കിലും പുതിയ നിയമം പറയുന്നുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ട് അക്കാലങ്ങളിൽ വിരുന്ന് നടത്താൻ സാധ്യതയുള്ള മനുഷ്യർ ധനികർ മാത്രമാണ്. അപ്പോൾ ഇത്രയും ദരിദ്രരോടൊപ്പം നിന്ന് ദരിദ്രനായിട്ട് അലയാൻ ശ്രമിച്ച, നമ്മുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് ഒറ്റ ഉടുപ്പ് മാത്രമായിട്ട് സഞ്ചരിച്ച മനുഷ്യൻ എന്തിനായിരുന്നു ഈ പറഞ്ഞ ധനികരുടെ ഗൃഹങ്ങളിൽ ഭക്ഷണത്തിന് വേണ്ടി പോയത്? അവിടെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടാണ് ഈ മനുഷ്യൻ വരുന്നത്. നിങ്ങൾ ഏതൊരു യേശു പ്രവേശിച്ചിട്ടുള്ള ഏതൊരു ധനികൻ്റെ ഗൃഹത്തിലും മിക്കവാറും ആതിഥേയന് വേണ്ടിയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ആതിഥേയൻ്റെ ജീവിതത്തെ ഇങ്ങനെ കീഴ്മേൽ മറിച്ചിട്ടാണ് യേശു പുറത്തേക്ക് പോകുന്നത്. അപകടം പിടിച്ചൊരു അതിഥിയാണിത്. നമ്മളൊരു പിടി ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പോകാൻ നേരത്ത് നമ്മുടെ മുഴുവൻ ജീവിത വീക്ഷണങ്ങളെയും ഈ ദേവാലയ വാണിപ്പക്കാരുടെ മേശ പോലെ കീഴ്മേൽ മറിക്കുന്ന ഒരാളാണിത്. ഒരു കള്ളച്ചിരിയുമായിട്ട് അയാൾ അങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്. ആ കാര്യം നിശ്ചയമായിട്ടും സക്കേബൂസിൻ്റെ ഭവനത്തിൽ നടന്നു. അങ്ങനെ ഈ 10-13 ചെറുപ്പക്കാരുടെ ചെറിയ മക്കളുടെ സന്തോഷം സക്കേബൂസിന് ഒരു തരത്തിലും പിടുത്തം കിട്ടുന്നില്ല. നാളെ എന്ത് കഴിക്കുമെന്നോ കയറിക്കിടക്കാൻ കൂരയില്ലാത്ത, അഭയസ്ഥലികളില്ലാത്ത ഇത്തരം അലഞ്ഞു കിടക്കുന്ന മനുഷ്യർക്ക് എങ്ങനെ ഇത്രയും ഹാപ്പി ആകാൻ പറ്റുന്നത്? നിസ്സരുടെ ആനന്ദമെന്ന് പറയുന്ന ആ വിചാരത്തിലാണ് ഈ മനുഷ്യൻ്റെ മാനസാന്തരം ആരംഭിക്കുന്നത്. അപ്പോൾ അയാൾക്ക് തോന്നി തൻ്റെ കൈവശമുണ്ടെന്ന് കരുതുന്ന കാര്യങ്ങൾ തനിക്ക് സന്തോഷം തരുമെന്ന് കരുതിയിട്ടും അത് നൽകിയിട്ടില്ല. അസംതൃപ്തനും തലകുനിച്ച് നടക്കുന്നൊരു മനുഷ്യനൊക്കെ ആയിട്ടാണ് അയാളെക്കുറിച്ച് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നതിൻ്റെ താക്കോൽ അയാൾക്ക് പിടുത്തം കിട്ടി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി തൻ്റെ ധനമാണ് ഈ പറഞ്ഞ മനുഷ്യരിൽ നിന്ന് തന്നെ അകറ്റി നിർത്തുന്നത്. കാരണം എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് ഈ മനുഷ്യൻ യേശുവിനെ പണ്ടേ നിരീക്ഷിച്ചിട്ടുണ്ടാകും. ഒരിക്കൽ ഒരു ധനികനായ ചെറുപ്പക്കാരൻ അടുക്കളയിലേക്ക് വരുമ്പോൾ യേശു അവനോട് പറയുന്നത് നിശ്ചയമായിട്ടും ഏതെങ്കിലും തരത്തിലൊക്കെ ഈ മനുഷ്യനും കേട്ടിട്ടുണ്ടാകും. എന്താണത്? നിനക്കൊരു കുറവേ ഉള്ളൂ, ധനം.
സാധാരണ രീതിയിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാത്ത, നമ്മുടെ യുക്തിക്ക് ഒരു തരത്തിലും ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റുപ്പിഡായ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ധനം എങ്ങനെ കുറവായിട്ട് മാറുന്നത്. ധനമല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ ബലം, നിങ്ങളുടെ ഏറ്റവും വലിയ ബാർഗെയിനിങ് കപ്പാസിറ്റി. നിങ്ങൾക്ക് എന്തും വാങ്ങാം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ വാങ്ങാം, മനുഷ്യ അടിമകളാക്കാം. അപ്പോൾ ധനം ഒരു കാലത്തും ഒരു മനുഷ്യൻ ഒരു കുറവായിട്ട് മനസ്സിലാക്കില്ല. പക്ഷേ ഈ പുതിയ സമ്പ്രദായത്തിൽ ധനത്തെ കുറവായിട്ടാണ് പഠിപ്പിക്കുന്നതൊക്കെ ബോധം ഓൾറെഡി ഈ മനുഷ്യനുണ്ടാകും. ആ ദേശത്ത് അന്നത്തെ കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ ചർച്ചയെന്ന് പറയുന്ന നസ്രത്തിലെ യേശു തന്നെ. സ്വാഭാവികമായിട്ട് വീട്ടങ്കണങ്ങളിലും കടമുറിയിലും ഇങ്ങനെ പള്ളി പരിസരങ്ങളിലൊക്കെ മനുഷ്യരിങ്ങനെ യേശു പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെ ഇയാളുടെ ബോധത്തിലേക്ക് ഒരു മിന്നൽ വന്ന് വീഴുകയാണ്, തൻ്റെ ധനമാണ് ഇത്തരം ആനന്ദങ്ങളിൽ നിന്ന്, ഇത്തരം സ്വാതന്ത്ര്യത്തിൽ തന്നെ അകറ്റി നിർത്തുക. അപ്പോൾ അയാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, കുറച്ച് ധനമൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ വഴിയെന്ന് പറയുന്നത് അധാർമികമായിരുന്നു, അണ്ണത്തിക്കലായിരുന്നു. എന്തൊരു മാനസാന്തരത്തിൻ്റെ ചുവടാത്. ഈ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിൻ്റെ ഹിതത്തിന് നിരക്കുന്നതല്ല, നിൻ്റെ ധർമ്മത്തിനോ ഞങ്ങൾ നീതിബോധത്തിന് നിരക്കുന്നതല്ലെന്ന് പറയാനുള്ളൊരു കുമ്പസാരത്തിന് ഇത് ആരംഭിക്കുന്നത്. ഈ ഇരിക്കുന്ന ധനം, ഒരുപക്ഷെ ഞാൻ വിളമ്പുന്ന ഈ ഭക്ഷണം പോലും വാസ്തവത്തിൽ ഇങ്ങനെ അധർമ്മത്തിൻ്റെ അപ്പോൾ. എന്നിട്ട് അയാൾ തന്നെ അതിൻ്റെ ഒരു പോംവഴി കണ്ടെത്തുന്നുണ്ട്. 4 മടങ്ങായിട്ട് ഇത് തിരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. സ്വാഭാവികമായിട്ട് യേശുവിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ ഒരു ചിരി ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ വലിയ വ്യത്യാസം വരിക. അപ്പോൾ അയാൾ വിചാരിക്കുന്നു, ഈ ചിരി ഞാൻ ഇനിയും കൂട്ടാൻ പോവുക. അടുത്ത സെക്കൻഡ് യേശുവിനെ ചിരിപ്പിക്കാനുള്ള ശ്രമത്തിൽ, യേശുവിൻ്റെ പുഞ്ചിലേക്ക് എത്തിക്കാനുള്ള ശ്രമം. അപ്പോൾ അയാൾ പറഞ്ഞു, സ്വത്തിൽ പാതി ദരിദ്രർക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ യേശു അയാളിങ്ങനെ പുഞ്ചിരിയോട് നോക്കിയിട്ടുണ്ടാകും. ഈ പുഞ്ചിരിക്ക് നിരക്കുന്നതല്ല, ഈ പുഞ്ചിരിയേക്കാൾ മീതെയല്ല തൻ്റെ കൈവശമുള്ള ഒരു ധനവും അയാൾക്ക് പിടുത്തം കിട്ടിയൊരു നിമിഷം. അത് ചുരുക്കത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവുകയാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ 13 ചെറുപ്പക്കാരും 13 ദരിദ്രരും ഒരു ധനികനുമായിരുന്നു. ഭക്ഷണം കഴിച്ച് തീരുമ്പോൾ 14 ദരിദ്രരാണ്. ലളിതമായൊരു കണക്കെടുത്ത ഈ കാര്യം പിടുത്തം കിട്ടും. 10 രൂപയാണ് അധർമ്മത്തിലൂടെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആകപ്പാടുള്ളത് 100 രൂപയാണ് വിചാരിക്കുക. 10 രൂപയുടെ 4 മടങ്ങെന്ന് പറയുമ്പോൾ 40 രൂപ. പിന്നെ അവശേഷിക്കുന്നത് 60 രൂപ. 60-ൽ പകുതി എന്ന് പറയുമ്പോൾ 30 രൂപ. കൃത്യമായ വേദപുസ്തകത്തിൻ്റെ അളവിലേക്ക് എത്തുകയാണ് ഡെയിലി ബ്രെഡ്. ഡെയിലി ബ്രെഡ്. ആകപ്പാടെ ഒറ്റ കാര്യം മാത്രമേ ഈ ഭൗതിക വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുള്ളൂ. എന്താണത്? അനുദിന ആഹാരം. ഗിവ് us our ഡെയിലി ബ്രെഡ്. മനുഷ്യോചിതമായിട്ട് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തരിക. കുഞ്ഞുങ്ങൾ ഈ ഇങ്ങനെ വിശന്നെന്ന് പറഞ്ഞ് നിലവിളി കേൾക്കാൻ പാടില്ല. പ്രായമായ മാതാപിതാക്കന്മാർ ഈ മഴക്കാലം കഴിയുന്നത് വരെ അവരുടെ കാലൊക്കെ ഇങ്ങനെ കിടക്കയുടെ മുകളിൽ വെച്ചിട്ട് ഈ ചോരുന്ന പുരടകിൽ വസിക്കാൻ പാടില്ല. ലേബർ റൂമിൽ പ്രവേശിപ്പിച്ച നിങ്ങളുടെ ഭാര്യയെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അവൾ കയ്യിലിട്ട് നാണയം കൊണ്ട് പണയം വെക്കാൻ പാടില്ല. പത്രക്കാരന് വരിസംഖ്യ മടങ്ങാൻ പാടില്ല. അപ്പോൾ മനുഷ്യോചിതമായിട്ട് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതാണ് വേദപുസ്തകം വെച്ച് നീട്ടുന്ന ആ പുതിയ എക്കണോമിക്സ്, പുതിയ സാമ്പത്തിക ക്രമം. അപ്പോൾ അതിന് മുകളിലുള്ളവരോ നിശ്ചയമായിട്ടും അത് പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്. അറബികളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, അപ്പം എത്ര ചെറുതാണോ വലുതാണോ അതിൻ്റെ പാതി ആഭരണം. നമ്മൾ ദശാംശം എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞെന്നാൽ പുതിയ നിയമ സങ്കല്പമല്ല. പുതിയ നിയമത്തൊരിടത്തും ഈ ദശാംശത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. ദശാംശത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, യേശു പരിഹസിക്കുന്നൊരു വിഷയമാണ് ദശാംശം. നിങ്ങൾ ഇന്ന കാര്യങ്ങളുടെ ദശാംശം കൊടുത്തിട്ട് നിങ്ങൾ നീതി, സ്നേഹം, കരുണയൊക്കെ വിട്ട് കളയുന്നു, നിങ്ങൾ കൊതുകുകൾ അരിച്ചു മാറ്റിയിട്ട് ഒട്ടകങ്ങൾ വിഴുങ്ങുന്നൊക്കെ പറഞ്ഞ് ഈ പശ്ചാത്തലത്തിൽ എന്തൊരു ബ്ലാക്ക് ഹ്യൂമറാണ് അത്. അപ്പോൾ ഒരു തരത്തിലും യേശു ഫോസ്റ്റർ ചെയ്യുന്നൊരു വിചാരമല്ല ദശാംശം. അപ്പോൾ നമുക്കൊരാശ്വാസം വരുന്നുണ്ടാകും. ഓഹോ, കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യം പോലും വേണ്ടെന്ന് വെക്കാനാണല്ലോ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പറയുമ്പോൾ അല്ല, പകരം പറയുന്നതിന് പകുതി കൊടുക്കാനാണ്. ഈ പകുതി പോലും പറയുന്ന യേശുവല്ല. സുവിശേഷം ആരംഭിക്കുന്നപ്പോൾ 2 ഉള്ളവൻ 1 കൊടുക്കട്ടെ. എന്തൊരു നമ്മളതിൻ്റെ ഒരു ഡെപ്തിൽ അതിനെ ഒന്ന് എടുത്തു കഴിയുമ്പോഴേക്കും പുതിയൊരു ലോകക്രമത്തിൻ്റെ ഈ ശംഖുനാഥമാണ്. ഇങ്ങനെ കാഹളധ്വനിയാണ്. ഇങ്ങനെ കൈവശമുള്ളവർ ഇങ്ങനെ നിശ്ചയമായിട്ടും കൊടുക്കാനായിട്ട് ബാധ്യതയുള്ളവരാണ്. ഓർമ്മിക്കണം, അത് പറയുന്ന യോഹന്നാനാണ്. നാടകം ആരംഭിച്ചിട്ടേ ഉള്ളൂ. യോഹന്നാൻ ഇങ്ങനെ വടിയൊക്കെ കുത്തി പോകുന്നതിനിടയിൽ അകത്തൊരാളിങ്ങനെ ഗ്രീൻ റൂമിൽ ഇരുന്നുകൊണ്ട് പതുക്കെ ഇങ്ങനെ താടിയൊക്കെ ഒട്ടിച്ച് വരുന്നുണ്ട്. അയാൾ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നീ പരിപൂർണ്ണൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഴുവൻ കൊടുക്കുക. പകുതിയിൽ ആരംഭിച്ച് 0-ൽ അവസാനിക്കുന്ന ഒരു പുതിയൊരു ലോകവീക്ഷണം ആരംഭിക്കുക. അങ്ങനെയാണ് ഈ ഒരു സംസ്കാരത്തിൽ ഇത്രയും മങ്സ് ഉണ്ടാവുന്നത്, ഇത്രയും അലഞ്ഞു കിടക്കുന്ന മനുഷ്യരുണ്ടാകുന്നത്, ഇത്രയും സഞ്ചാരികളുണ്ടാകുന്നു. ഒക്കെ ഈ പറഞ്ഞ ഒരു തളർപ്പിൽ നിന്ന്.
അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് ചുരുക്കാവുന്നേ ഉള്ളൂ. വൈകാരികമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യത്യാസവും സമാധാനവും ഒരു ഹൈ ഫീലിങ്ങുമൊക്കെയാണ് മാനസാന്തരമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പുതിയ നിയമം പറയാൻ അഭിലഷിക്കുന്ന മാനസാന്തരം ഇതാണ്: റീഡിഫൈനിങ് വെൽത്ത്. ഭൗതിക വസ്തുക്കളെ ഒന്നുകൂടി പുനർവിചാരണം ചെയ്യേണ്ട ബാധ്യതയുണ്ട്. അപ്പം എത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ പാതി ആഭരണമാണ്. ഇത് പറയുന്നത് നമുക്ക് പരിചയമുള്ള വളരെ സംസ്കൃതിത്തരായിട്ടുള്ള പുതിയ കാലത്തിൻ്റെ അറബികളല്ല. വധൂസ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാട്ടറബി എന്നൊക്കെ നമ്മൾ ചെല്ലു പരിഹാസപൂർവ്വം വിളിക്കുന്ന ആ അറബി സംസ്കാരത്തിൽ നിന്ന് വരുന്ന എന്ന് വെച്ചെന്നാൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണെന്ന് വിചാരിക്കുക. അയാളുടെ ഒപ്പിന് ഒരു 50,000 വിലയുണ്ട്. മറ്റൊരാൾ മൈക്കാട്ട് പണിക്ക് പോകുന്നതാണ്. അയാൾക്ക് വൈകുന്നേരം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 700 രൂപ കിട്ടും. ഈ പറഞ്ഞ ആദ്യം പറഞ്ഞതിൻ്റെയും രണ്ടാമത്തിൻ്റെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പകുതി സ്വയം അപ്പം തേടാൻ പറ്റാത്ത ഭൂമിയിലെ പരിക്ഷീണിതരായ പതിതരായ മനുഷ്യർക്ക് വേണ്ടി. ഒരു ആന്തരിക ലോകം മാത്രം സൃഷ്ടിക്കുന്ന കഥയുമായിട്ടല്ല അയാൾ വന്നത്, മറിച്ച് ഭേദപ്പെട്ട ഒരു ഭൗതിക ലോകമുണ്ടാകും. അതാവട്ടെ നിശ്ചയമായിട്ടും പങ്കുവയ്ക്കലെന്ന് പറയുന്ന ഒരു കല്ലിൽ അധിഷ്ഠിതമായിരിക്കും. എല്ലാവർക്കും സെൻറ് തോമസ് ഡേയുടെ എല്ലാ പ്രാർത്ഥനയും സ്നേഹവും. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.